അങ്ങനെ ഞാൻ 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോകട്ടോ. അങ്ങനെ രാവിലെ ഞാൻ ബാംഗ്ലൂർ എത്തി. അവിടുന്ന് KR പുരത്ത് ഞാൻ മെട്രോ കയറി മജസ്റ്റിക് ചെന്നിറങ്ങി. മജസ്റ്റിക് ഞാൻ നേരെ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മെട്രോ പോയി. പിന്നെ ബസ്സിൽ കയറിയിട്ട് ഞാൻ കനകപുരയിൽ ചെന്നിറങ്ങി. കനകപുരയിലാണ് നമ്മുടെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിന്റെ ആശ്രമം വരുന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, യോഗ, സ്ട്രെസ് മാനേജ്മെന്റ് പ്രാക്ടീസ്, അതുപോലെ തന്നെ സുദർശന ക്രിയയൊക്കെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ സംഘടനയാണ്. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്രീ ശ്രീ രവിശങ്കർ ആണ്. അതായത് ഇന്ത്യൻ ഗുരു, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ സ്പിരിച്വൽ ലീഡർ എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീ രവിശങ്കർ, അല്ലെങ്കിൽ ഗുരുജി, അല്ലെങ്കിൽ നമ്മൾ ശ്രീ ശ്രീ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹമാണ്. കൂടാതെ നമ്മുടെ ആദി ശങ്കരാചാര്യർ കഴിഞ്ഞിട്ട് ഇന്ന് ഈ ലോകത്തില് നമുക്ക് എല്ലാവർക്കും ഗുരുവായിട്ട് കാണാൻ കഴിയുന്നതും അതുപോലെ തന്നെ നിരവധി ആളുകൾ കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ആദി ശങ്കരാചാര്യന്റെ ലൈഫും ഗുരുജീന്റെ ലൈഫും തമ്മിൽ നല്ല സാമ്യമുള്ളതായിട്ട്. ഞാൻ 2016-17 ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സ് ചെയ്ത്, TTC അടക്കം ഞാൻ ചെയ്തു, നിരവധി കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ആ സംഘടന ഇല്ലെങ്കിൽ കൂടി എനിക്കെന്താ അതിന്റെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ MSc യോഗ അടക്കം കുറേ നിരവധി ആളുകളുടെ അടുത്ത് നിന്ന് ഞാൻ യോഗ റിലേറ്റഡ് കാര്യങ്ങൾ പഠിച്ചെങ്കിലും ഗുരുവായിട്ടുള്ള കണക്ഷൻ എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആദിശങ്കരാചാര്യന്റെ അടുത്ത് പോയി, അതുപോലെ തന്നെ മഹാകുംഭമേളയ്ക്കൊക്കെ പോയപ്പോൾ ഗുരുവിനെ എനിക്ക് മിസ് ചെയ്തു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ വേണ്ടി പോയതാണ്. എല്ലാവർക്കും ഗുരുവിനെ പോയി കാണാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ആശ്രമത്തിൽ പോയിട്ട് ഗുരുവിനെ കാണാം, ഗുരുവിന്റെ സത്സംഗത്തിൽ പങ്കെടുക്കാം, പിന്നെ പല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഗുരുവിന് ഡയറക്റ്റ് നമുക്ക് മെഡിറ്റേഷനിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും പോകാൻ വേണ്ടി ശ്രമിക്കുക.